ഒരു ബാറ്റർ ബാറ്റിങ്ങിന് വരുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതായത് അപ്പം നമ്മുടെ ബാറ്റിംഗ് സീരീസിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാറ്റർ ബാറ്റിങ്ങിന് വരുമ്പോൾ, അതിപ്പോൾ മാച്ചിലാവാം, നെറ്റ് സെഷനിലാവാം, ഒരു ബാറ്റർ ബാറ്റിങ്ങിന് വരുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാറ്റിംഗ് ഗാർഡ് എടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റർ ക്രീസിലേക്ക് വരുമ്പോൾ ആ ബാറ്റർ ബോൾ കളിക്കാനായിട്ട് എവിടെ സ്റ്റാൻസ് നിൽക്കണം, എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ബോൾ ജഡ്ജ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആവാം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം മാച്ചസ് കളിക്കുന്ന ഒരു പ്ലെയർ ആവാം. ഒരു ബിഗിനറിന് എങ്ങനെ ബാറ്റിംഗ് കാർഡ് എടുക്കണമെന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു ബിഗിനർ വരുമ്പോൾ എപ്പോഴും ബാറ്റിങ്ങിൽ ഇപ്പം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ലെഗ് സ്റ്റമ്പിന് നേരെ ഗാർഡ് എടുക്കണോ അതോ മിഡിൽ സ്റ്റമ്പിന് നേരെ ഗാർഡ് എടുക്കണോ എന്നുള്ളത്. സോ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ബാറ്ററാണ്. ബാറ്ററിന്റെ ബാറ്റിംഗ് ശൈലിയൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ലെഗ് സ്റ്റമ്പിൽ ഗാർഡ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ബാറ്റർ ബാറ്റിങ്ങിന് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക, നമ്മളിപ്പോൾ ലെഗ് സ്റ്റമ്പിലാണ് ഗാർഡ് എടുക്കാൻ പോകുന്നത്. ലെഗ് സ്റ്റമ്പിൽ ഗാർഡ് എടുക്കുമ്പോൾ നമ്മുടെ ബാറ്റിൻ്റെ ഫേസ് നമ്മുടെ ലെഗ് സ്റ്റമ്പിനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ലെഗ് സ്റ്റമ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സോ ലെഗ് സ്റ്റമ്പിന് നേരെ ക്രീസ് ലൈനിൽ നമ്മൾ ബാറ്റിങ്ങിനെ നേരെ വെക്കും. സോ നേരെ വെച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അമ്പയർ ഉണ്ടാവാം, അത് മാച്ചിലാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, പ്രാക്ടീസ് സെഷൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു ബോളറെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവും. സോ ആ ബോളറിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക, നമ്മുടെ ലെഗ് സ്റ്റംപ് ഗാർഡ് ഒന്ന് പറഞ്ഞു തരാനായിട്ട് ചോദിക്കുക. ബാറ്റ് നേരെ വെച്ചിട്ട് സ്റ്റംപ് കവർ ചെയ്താണോ ബാറ്റ് നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് ആക്കേണ്ടി വരും. എന്താണെങ്കിലും അത് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അമ്പയർ ആണെങ്കിലും ബോളർ ആണെങ്കിലും ഇപ്പോൾ കവറിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പറഞ്ഞ സ്ഥലത്ത് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ആ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്റ് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ ഷൂസിൻ്റെ ഒരു സൈഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്യാം. ഈ ലൈൻ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ നമ്മുടെ പ്രോപ്പർ ഗ്രിപ്പ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നിൽക്കുക. അതിൻ്റെ കൂടെ സ്റ്റാൻസ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ലെഗും ഈക്വലായിട്ട് വെക്കാനും അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോപ്പർ സ്റ്റാൻസ് നിൽക്കാനും പറ്റുന്നതായിരിക്കും. ഇങ്ങനെയാണ് ബാറ്റിംഗ് ഗാർഡ് എടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ ഇനിയിപ്പം നിങ്ങൾക്ക് മിഡിൽ സ്റ്റമ്പിൽ ഗാർഡ് എടുക്കണമെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ മാച്ചസിന് പോകുന്ന സമയത്തായാലും പ്രാക്ടീസ് സെഷൻസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങളൊരു ബാറ്ററായിട്ട് ക്രീസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഗാർഡ് എടുക്കാനായിട്ട് നിങ്ങളതൊരു ഹാബിറ്റാക്കി എടുക്കുക. നിങ്ങളുടെ പൊസിഷൻ, നിൽക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഏരിയയിലും ഷോട്ട്സ് കളിക്കാനായിട്ട് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.